തീർച്ചയായിട്ടും മഴയുടെ പ്രശ്നങ്ങളൊക്കെ പല സ്ഥലത്തും കുറഞ്ഞെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. സോ ബി കെയർഫുൾ. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു പുതിയൊരു ഉണർവും പുതിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ടാകട്ടെ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ശരിക്കും നമുക്കറിയാം ഇതിനായിട്ട് നമ്മൾ നിരവധി ടോപ്പിക്കുകളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ബിസിനസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടുന്ന ജീവിതത്തിൽ തന്നെ ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വ്യാഴാഴ്ച ഇന്ത്യ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവാം അല്ലെ. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. എല്ലാവർക്കും ഈ ഒരു സമയത്ത് എല്ലാവർക്കും ജീവിതത്തില് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് മൊത്തത്തിലുള്ള എല്ലാവർക്കും എല്ലാ ലോകത്തിലെ നമ്പറും 4 ഒക്കെ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബിസിനസ്സിനകത്ത് ശരിക്കും നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇൻഡിപെൻഡൻസ് അല്ലെ ഫ്രീഡം എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്രീഡം എന്ന് പറയുന്ന ഇത് നമുക്കും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. സോ 78th ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇന്ത്യയിൽ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് നമ്മൾ 1947 മുതൽ കഴിഞ്ഞ 78 വർഷമായിട്ട് ഇന്ത്യ ഈസ് പൊളിറ്റിക്കലി ഫ്രീ. ഞാനും നിങ്ങളും പൊളിറ്റിക്കലി ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആരോടും ഒന്നും പറയാം. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇത് കിങ്ഡം ഒന്നുമല്ല. ഇപ്പൊ നമ്മളിപ്പോ സൗദിയിലോ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ഥലത്ത് ഒരു കിങ്ഡം ആയിട്ടുള്ള സ്ഥലത്ത് ഇപ്പൊ നോർത്ത് കൊറിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ അതെല്ലാം നമുക്ക് കിട്ടി. ഫിനാൻഷ്യലി നമ്മൾ ഫ്രീ ആയി, പൊളിറ്റിക്കലി നമ്മൾ ഫ്രീ ആയി. പക്ഷെ നമ്മൾ എത്ര ആൾക്കാര് ശരിക്കും പറഞ്ഞാല് പൊളിറ്റിക്കലി ഫ്രീ ആയതല്ലാതെ ഫിനാൻഷ്യലി ഫ്രീ ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. നിങ്ങളിപ്പോ കഴിഞ്ഞ 78 വർഷമായിട്ട് ഇപ്പൊ നിങ്ങൾ ചില ആൾക്കാർക്ക് 30-40 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതലുള്ള ആൾക്കാർ. നിങ്ങൾ എത്ര ആൾക്കാർ ഫിനാൻഷ്യലി ഫ്രീ ആയിട്ടുള്ള ആൾക്കാരുണ്ട്? അതായത് നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉദ്ദേശിക്കുന്ന സമയത്ത് നടത്താൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? ഇന്ത്യ 78 വർഷം മുമ്പ് ഇന്ത്യ വളരെ പട്ടിണി പാവങ്ങളുടെ മാത്രം രാജ്യമായിരുന്നു. ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയി. പല രാജ്യത്തിൽ നിന്ന് വന്ന ആൾക്കാർ കൊള്ളയടിച്ചുകൊണ്ട് പോയി. നമുക്കറിയാം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ രാജ്യമായിരുന്നു. ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ കൂടെ ഇന്ത്യ ഒരു സമ്പന്നമായ രാജ്യമായിരുന്നു. ഇന്ത്യയുടെ വിസ്തൃതിയും വളരെ വലുതായിരുന്നു. അതൊക്കെ കഥയാണ്, അല്ലെങ്കിൽ അത് ഹിസ്റ്ററിയാണ്. പക്ഷെ അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ഒരു പട്ടിണി പാവങ്ങളുടെ രാജ്യമായിട്ട് തന്നെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ആ ലെവലിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ 78 വർഷം കൊണ്ട് എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ഉണ്ടായി. ഇന്ത്യയിലെ തന്നെ 3ാമത്തെ 4ാമത്തെ ഏറ്റവും വലിയ എക്കണോമി, ലോകത്തിലെ തന്നെ ഏറ്റവും 3ാമത്തെ 4ാമത്തെ എക്കണോമി ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം തന്നെ സത്യമാണെങ്കിൽ നിങ്ങളിൽ എത്ര പേര് ഫിനാൻഷ്യലി ഫ്രീ ആണ്? നിങ്ങൾ എത്ര പേർക്ക് ഈ മാസത്തെ ലോൺ അടയ്ക്കാറുണ്ട്? അടുത്ത മാസത്തെ ലോൺ അടയ്ക്കാറുണ്ട്? എത്ര പേർക്ക് EMIs ഉണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിൽ പല ആൾക്കാരും ഫിനാൻഷ്യലി ഫ്രീ ആയിട്ടില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം കിട്ടിയെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങളിൽ പല ആൾക്കാർക്കും അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ ചിന്തിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി ഫ്രീ ആകാം? കാരണം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് നടത്താൻ പറ്റുന്ന സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാകാൻ പറ്റും? സോ സക്സസ്ഫുള്ളി ഗ്ലോബൽ നിങ്ങളോട് പറയുന്നത് ഡിസൈൻ യുവർ ഫ്രീഡം വിത്ത് സക്സസ്ഫുള്ളി ഗ്ലോബൽ. നമ്മളുടെ കൂടെ ഒന്ന് നിങ്ങളുടെ ഫ്രീഡം ഡിസൈൻ ചെയ്യുക. കാരണം നമുക്ക് ഫ്രീഡം അങ്ങനെ വെറുതെ കിട്ടുന്നതല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വെറുതെ കിട്ടിയതാണ്. എത്രയോ വർഷം ആൾക്കാര് പല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് അല്ലെ. അഹിംസയായിട്ടും അല്ലെങ്കിൽ അക്രമമായിട്ടും അതല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ടും ഒക്കെ തന്നെ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു രീതി ഉണ്ടായിരുന്നു. പല രീതിയിലും പല ആൾക്കാരുടെ, മഹാത്മാഗാന്ധിയുടെ മറ്റൊരു രീതി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഒരു ആവേശം ഉണ്ടായത്. അവസാനം സ്വാതന്ത്ര്യം കിട്ടിയതെല്ലാം തന്നെ ആ സമയത്ത് അല്ലെ. അത് ഡിസൈൻ ചെയ്താൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ഡിസൈനിങ് അല്ലെങ്കിലും അത് അങ്ങനെ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അങ്ങനെ ഉണ്ടാക്കിക്കൂടാ? ഒരു ഡിസൈൻ ചെയ്തുകൂടാ? സോ ഡിസൈൻ യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം വിത്ത് അസ്. നമ്മളുടെ കൂടെ ഒന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഞങ്ങളോട് ഒന്ന് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീവിതത്തിൽ. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമ്മൾ മാറ്റി വെക്കപ്പെടുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് സാധിക്കൂ. സോ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പലപ്പോഴും പഴയ കാലത്തെ ഓർമ്മകളും പഴയ കാലത്തെ എക്സ്പീരിയൻസുകളും നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, വല്ലാതെ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടാവും. സോ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. അതായത് ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ് ഇത്. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം നമുക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും, അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വ്യത്യസ്തമായ തുടക്കം എന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ശരിക്കും പറഞ്ഞ ഇന്ന് പറയേണ്ട ഒരു കാര്യം, ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എന്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാണ്. ഇന്ന് ഞാനൊരു മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങാൻ പോവാണ്. ഇനി അങ്ങോട്ട് ഞാൻ വേറൊരു ഞാനായിരിക്കും, ഞാനൊരു മോഡിഫൈഡ് ഞാനായിരിക്കും, ഒരു ഞാനായിരിക്കും എന്നുള്ള തീരുമാനം എടുക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഒക്കെ ഉള്ള പല ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ വന്നപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സ്റ്റക്കാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്റ്റക്കാണ്. ആ സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി സ്വതന്ത്രമായിട്ട് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്തകളാണ് മാറ്റം ഉണ്ടാകുന്നത്. സോ ആദ്യം തന്നെ ബിലീവ് ഇൻ യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ വിധിയിൽ വിശ്വസിക്കണം. നമുക്ക് എല്ലാവർക്കും വിധിയിൽ വിശ്വാസമുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട്. അല്ലാത്തവരൊക്കെ ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള ചിന്തകളുള്ള ആൾക്കാർ. പക്ഷെ നിങ്ങൾ വിധിയിൽ വിശ്വസിക്കുക. പക്ഷെ അതേസമയത്ത് ചിന്തിക്കുക, നിങ്ങളുടെ വിധിക്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. നമുക്കറിയാം പലതരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പലരും പറയുന്നത് വിധിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആരുടെയോ കുറിച്ച് സംസാരിച്ച സമയത്ത് പറയുന്നത് അവരുടെ ആ ഫാമിലിയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്നും പ്രശ്നങ്ങളാണ്. അപ്പൊ ചില ഫാമിലിയിലുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ അട്രാക്ട് ചെയ്യുന്നതാണ് ഈ നെഗറ്റിവിറ്റി, അവർ അട്രാക്ട് ചെയ്യുന്നതാണ് ഈ സാധനം. അപ്പൊ നമ്മൾ വിധിയിൽ വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, ഈ വിധി നിർണ്ണയിക്കുന്നത് 90% നമ്മൾ തന്നെയാണ്. നമുക്കൊരു ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള അസുഖം ഉണ്ടായെങ്കിൽ അതിന് പ്രധാന കാരണം നമ്മുടെ ജീവിതം ശരിയാണ്. നമുക്ക് ശരിക്കും സാമ്പത്തികമായി ബാധ്യത ഉണ്ടായെങ്കിൽ നമ്മൾ പലപ്പോഴും അതിന്റെ പ്രശ്നം നമ്മൾ ചെയ്യുന്ന ചില തെറ്റായ തീരുമാനങ്ങളാണ്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം രത്തൻ ടാറ്റ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏകദേശം 120ഓളം കാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ പുറത്തു വന്ന് വളരെ കുറച്ചു. ഈ പുറത്തു വന്നതിന് എത്ര എണ്ണം നിന്ന് പോയിട്ടുണ്ട്. ടാറ്റയുടെ മൻസ, ടാറ്റയുടെ എസ്റ്റേറ്റ്, ടാറ്റയുടെ സിയറ, ടാറ്റയുടെ ഇൻഡിക്ക എന്ന പല വേർഷൻസ് വന്നിട്ടല്ലേ വിജയിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. തീരുമാനം എടുക്കുന്നു, തെറ്റിപ്പോകുന്നു, മറ്റൊരു തീരുമാനം എടുക്കുന്നു, പിന്നെ തെറ്റിപ്പോകുന്നു, വേറെ തീരുമാനം എടുക്കുന്നു, ചിലപ്പോൾ ശരിയാവുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും പ്രശ്നം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നിങ്ങൾ കുറെ നാളായില്ല ഇതിന്റെ പുറകെ നടക്കുന്നത്, എത്ര ബിസിനസ് ചെയ്തു, അത് വിജയിക്കുന്നില്ല, ചെയ്തില്ലല്ലോ, നിങ്ങൾ കുറെ ചെയ്തില്ല, ഇങ്ങനെ കുറ്റപ്പെടുത്താനും നമ്മളെ പുറകോട്ട് വലിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ ചുറ്റും. ആദ്യം മനസ്സിലാക്കാം, നമ്മളെ ആരാൽ സറൗണ്ട് ചെയ്യപ്പെടണം, ഹൂ ഷുഡ് സറൗണ്ട് അസ്. ഇത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എൻഹാൻസ് ചെയ്യാനായിട്ട്, നമ്മുടെ കഴിവുകൾ എൻഹാൻസ് ചെയ്യാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് പുഷ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ, നമ്മളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ആദ്യം വേണ്ട അതിന് പറ്റിയ ഒരു കമ്പനി നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തില് ഏറ്റവും ആദ്യത്തെ ദിവസം ഇന്നാണ്. നമ്മളുടെ വിധിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, പക്ഷെ വിധിയെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. യു ആർ ദ കൺട്രോളർ ഓഫ് യുവർ ഡെസ്റ്റിനി. നിങ്ങളാണ് നിങ്ങളുടെ വിധിയുടെ കൺട്രോൾ എന്നുള്ള കാര്യം നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. കാരണം യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ആക്ഷൻസ് വിച്ച് ഈസ് കൺട്രോളിങ് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ ആക്ഷൻസുമാണ് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. യു ആർ വാട്ട് യു തിങ്ക് ഓൾ ഡേ ലോങ്. ദിവസം മുഴുവൻ നിങ്ങൾ എന്താണ് നിങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നത്, അതാണ് നിങ്ങൾ കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ചാൽ കഴിവുള്ളവനാണ് നിങ്ങൾ, കഴിവ് കെട്ടവനാണെന്ന് വിശ്വസിച്ചാൽ കഴിവ് കെട്ടവനാണ് നിങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ ചെയ്യാൻ പറ്റുന്നവനാണ് നിങ്ങൾ ആരോഗ്യവതിയാണെന്ന് വിശ്വസിച്ചാൽ ആരോഗ്യവതിയാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾ എന്നും കഷ്ടപ്പാടും പരിതാപമുള്ള കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു, ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞു നടന്നാൽ അങ്ങനെയാണ് നിങ്ങൾ. ബിക്കോസ് ദാറ്റ് ഈസ് യു ഹാവ് ക്രിയേറ്റഡ് യുവർ ഡെസ്റ്റിനി. നോബഡി എൽസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈഫ് ഈസ് എ ജേർണി ഫ്രം ബി ടു ഡി ത്രൂ സി. എന്താണ്? ബർത്ത് ടു ഡെത്ത് ത്രൂ യുവർ ചോയ്സസ് യു മേക്ക്. അതായത് ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള ഷോർട്ട് ട്രിപ്പാണ് നമ്മുടെ ജീവിതം. ചില ആൾക്കാര് വളരെ കുറച്ചുണ്ടാവും, ചില ആൾക്കാർക്ക് 70 വയസ്സുണ്ട്. 70 വയസ്സ് 80 വയസ്സ് അല്ലെ 90 വയസ്സെന്നും പറയുന്നത് വലിയ സമയമൊന്നുമല്ല. ഞങ്ങൾ വിചാരിക്കുന്നതിലും പെട്ടെന്ന് തീർന്നു പോകും. നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല്, ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് എത്ര വർഷമായാലും കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് കണക്കൂട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ സമയം പെട്ടെന്ന് നമ്മൾ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഭയങ്കര നീളമുള്ള സംഭവമൊന്നും അല്ല, പെട്ടെന്ന് തന്നെ ഈ സംഭവം തീർന്നു പോകും. നമ്മുടെ ജീവിതം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ബി മുതൽ സി വരെ ഒരു യാത്രയാണ്, അല്ല ബി മുതൽ ഡി വരെ ഒരു യാത്രയാണ് ത്രൂ സി. അതായത് ബർത്ത് ടു ഡെത്ത് ത്രൂ ദ ചോയ്സസ് യു മേക്ക്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ജനിക്കുന്ന മുതൽ മരണം വരെ, ജനിക്കുന്ന മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ ചിലപ്പോൾ ചോയ്സസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള അറിവാകുന്നത് മുതൽ നിങ്ങൾ മരണം വരെയുള്ള യാത്രയ്ക്കകത്ത് നിങ്ങൾ എടുക്കുന്ന ചോയ്സസ്. പല ആൾക്കാരും ചുറ്റുപാടുകളെ കുറ്റം പറയും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കഴിവില്ല, എനിക്ക് ഇറങ്ങാൻ സമയമില്ല, ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോയി. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബന്ധനങ്ങളാണ്. ഈ ബന്ധനങ്ങൾക്കകത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. 2 കൈയും 2 കാലും ഇല്ലാത്ത ആൾക്കാർ പോലും ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഈ ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിൽ പല ആൾക്കാർ എന്തൊക്കെ മാറ്റങ്ങൾ ഇതുവരെ വരുത്താൻ നിങ്ങൾ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ അതിന്റെ ആൻസർ പറയുമ്പോൾ ചിലപ്പോൾ 0 ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ ഡെസ്റ്റിനി ത്രൂ ദ ചോയ്സസ് യു മേക്ക് ഇൻ യുവർ ലൈഫ്.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ചോയ്സസിനകത്തൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത്? ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരിതപിച്ചുകൊണ്ട് നടക്കുന്ന സിറ്റുവേഷൻ. സോ എവറി ഡേ യു ഹാവ് ടു മേക്ക് യുവർ ഓൺ ചോയ്സസ്. എല്ലാ ദിവസവും നിങ്ങളുടെ സ്വന്തം ചോയ്സസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം തന്നെ ആദ്യം എടുക്കുന്ന ഒരു ചോയ്സ് ഇതാണ്, ഐ ആം ഗോയിങ് ടു മേക്ക് ദിസ് ഡേ ദ ബെസ്റ്റ് ഡേ. ഞാൻ ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ദിവസമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അത് നിങ്ങൾ ക്രിയേറ്റ് എടുക്കേണ്ട ഒരു ചോയ്സ് ആണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് മാറ്റാൻ പോവുകയാണ്. ആ ചോയ്സ് നിങ്ങൾ എടുക്കണം. ആ ചോയ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾ തീരുമാനം എടുത്തു, ചിലപ്പോൾ ആ ദിവസം അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തന്നെ വന്നോട്ടെ. പക്ഷെ കുഴപ്പമില്ല, എല്ലാ ദിവസവും ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ അതിശയത്തോടെ തോന്നുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോയ്സ് ആണ് ടു മേക്ക് ദിസ് ഡേ ദി ബെസ്റ്റ്. ഈ ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് ടു മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദിസ് ഡേ. നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 7 മണി ആയെങ്കിൽ വൈകുന്നേരത്തെ 10 മണി വരെയുള്ള സമയം, അല്ലെ 12 മണി വരെ സമയം, എത്ര മണിക്കാണ് നിങ്ങൾ ഉറങ്ങുന്നത്? ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിയുവാണെങ്കിൽ ഏകദേശം 15 മണിക്കൂർ ഇനി നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ സാധിക്കും. ഈ 15 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 മണിക്കൂറാണ്. ഈ 15 മണിക്കൂർ നിങ്ങൾ വെറുതെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളിൽ ഒരിക്കലും എത്താൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. പക്ഷെ ആ 15 മണിക്കൂറിനകത്ത് ഒരു 2, 3, 4 മണിക്കൂർ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ, മേബി 1, 2 ജനറേഷൻസിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൂടാ? സോ ചാണക്യന്റെ ഒരു വാചകമുണ്ട്, വൺ ഹു കനോട്ട് ഡിറ്റർമൈൻ ഹിസ് ഓൺ ഗോൾസ് കനോട്ട് വിൻ. ഒരു വ്യക്തി അവന്റെ സ്വന്തം ഗോൾ, അവന്റെ സ്വന്തം ലക്ഷ്യങ്ങൾ നിർവചിക്കാൻ പറ്റാത്ത ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. അത് നമ്മൾ വിജയിക്കുന്നില്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു കനോട്ട് ഡിറ്റർമൈൻ യുവർ ഓൺ ഗോൾസ്. നിങ്ങൾക്ക് എന്താണ് എത്തിച്ചേരേണ്ടത്? അതിന്റെ അപ്ലൈന് ശരിയല്ല, അതുകൊണ്ടാണ്. ഡൗൺലൈൻ ശരിയല്ല. ഡൗൺലൈനും അപ്ലൈനും ഈ ബിസിനസ്സിൽ മാത്രമല്ലേ ഉള്ളൂ. റിയൽ ലൈഫിൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിന് പുറത്തുള്ള ലൈഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് അപ്ലൈൻ ഉള്ളത്, ഡൗൺലൈൻ ഉള്ളത്? ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ അപ്ലൈനും ഡൗൺലൈനും. അത് നന്നായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ദ ചോയ്സസ് ഹാവ് ടു ബി മേഡ് ബൈ യു. നിങ്ങൾക്കാണ് ചോയ്സസ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം. അത് അപ്ലൈനോ ഡൗൺലൈനോ സിസ്റ്റത്തിനോ നാട്ടുകാർക്കൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചോയ്സസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മെനി പീപ്പിൾ ഇക്വേറ്റ് യെസ്റ്റർഡേ വിത്ത് ടുമോറോ. പല ആൾക്കാരും നമ്മൾ ഇന്നലെകളെ നാളെയായിട്ട് ഇക്വേറ്റ് ചെയ്യും. അതായത് ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെയാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ധാരണയിലാണ് അവർ ജീവിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴും മാറ്റം വരുത്തും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു മാറ്റം ഉണ്ടാകും. ജീവിതം മാറാനായിട്ട്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. നിങ്ങൾക്കറിയാം, നമ്മുടെ മോഹൻലാൽ പറയാറുണ്ട്, ലാലേട്ടൻ പറയാറുണ്ട്, വിസ്മയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യം, മോളുടെ പേര് എനിക്കൊന്ന് വിസ്മയ എന്നാന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയുടെ പേര് വിസ്മയ സ്റ്റുഡിയോ എന്നാണ്. വിസ്മയ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പാർട്ടാണ്. അദ്ദേഹത്തിന്റെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല സെന്റൻസുകളും ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിസ്മയം എപ്പോഴെങ്കിലും ഉണ്ടാവും, അതിന് പ്രതീക്ഷിച്ചിരിക്കണം. പക്ഷെ പല ആൾക്കാർക്കും അങ്ങനെ ഇനി ഒന്നും ഉണ്ടാകാനില്ല എന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാനില്ല. കുഴിയിലോട്ട് കാലം നീട്ടി, എത്രാമത്തെ വയസ്സിലാണ്, 40 വയസ്സിൽ 50 വയസ്സിൽ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന പ്രതീതിയാണ് പല ആൾക്കാർക്കും ഉണ്ടാകുന്നത്. വിസ്മയം അത് എപ്പോഴും ഉണ്ട്. മിറാക്കിൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. മിറാക്കിൾ സംഭവിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അത്രയധികം കഴിവുള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഇന്നലെ എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ നല്ലതായിക്കോട്ടെ, വളരെ നല്ലതായിക്കോട്ടെ, അങ്ങനെ ആകണമെന്നില്ല നാളെ. വളരെ മോശമായിക്കോട്ടെ, അങ്ങനെ ആകണമെന്നില്ല നാളെ. നിങ്ങൾ എന്താണോ ഇന്നെടുക്കുന്ന പരിശ്രമം, അതാണ് നാളത്തെ നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ശരിക്കും പറഞ്ഞാല് മറ്റൊന്നിനു വേണ്ടി വെയിറ്റ് ചെയ്ത്, സർക്കാരിന് വേണ്ടിയോ ഈ ബിസിനസ്സിലാണ് അപ്ലൈന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ടുഡേ ഇസ് ദ ഫ്രഷ് ഡേ. യു ക്യാൻ മേക്ക് ചോയ്സസ് ടുഡേ. ഇന്ന് നിങ്ങളുടെ ഒരു ഫ്രഷ് ഡേ ആണ്. ഇന്ന് നിങ്ങൾക്ക് ചോയ്സസ് എടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ടുമോറോ വിൽ ബി ഈവൻ ബെറ്റർ. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഇന്നൊരു നല്ല തീരുമാനം എടുത്താൽ നാളെ ഇതിനേക്കാളും ബെറ്റർ ആവുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് എ ഫ്രഷ് ഫ്രം ടുഡേ ആൻഡ് നൗ ആൻഡ് ഡിസൈഡ് ടു ഡു ദ ബെസ്റ്റ്. നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇന്നു മുതൽ ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കുക. ഏറ്റവും നല്ല കാര്യങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ അങ്ങ് തീരുമാനിക്കുക. നാളെ ഓട്ടോമാറ്റിക്കായിട്ട് നാളെ നന്നായിക്കോളും. അല്ലാതെ നാളെ ആകട്ടെ, ഞാൻ ചിങ്ങം 1 വെയിറ്റ് ചെയ്യാം. അതിപ്പോ ചിങ്ങം 1 അത് നാളൊന്നുമില്ല. മേ ബി 4-5 ദിവസം കൊണ്ട് ചിങ്ങം 1 ചിങ്ങം 1 തുടങ്ങാൻ പോവാം. എന്ത് ചിങ്ങം 1, എന്ത് കർക്കിടകം, അങ്ങനെ ഒരു സാധനം നമ്മുടെ മൈൻഡ് സെറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ചിങ്ങം 1 നമ്മളൊക്കെ ഇന്ന് നല്ല ദിവസമല്ലേ, നമുക്ക് നാളെ തുടങ്ങാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. ഞാൻ ചോദിക്കുന്നത്, നമ്മളെ ജീവിതത്തില് നമ്മള് എല്ലാ ദിവസവും ചിങ്ങം 1 എവറി ഡേ ക്രിസ്മസ്. എനിക്കറിയാവുന്ന ഒരു ലീഡർ ഉണ്ട്. അദ്ദേഹം വലിയൊരു അച്ചീവറാണ്, കൊറിയയിലാണ്. അദ്ദേഹത്തിന്റെ ടീമിന്റെ പേര് തന്നെ എന്താണെന്ന് അറിയാം? എവറി ഡേ ക്രിസ്മസ്. എല്ലാ ദിവസവും ക്രിസ്മസ്, എല്ലാ ദിവസവും ആഘോഷം, എല്ലാ ദിവസവും നല്ല ദിവസം.
നമ്മൾ എന്തിനാ ഇന്നത്തെ മോശം ദിവസം, ഇന്ന് കർക്കിടകവാവാണ്, ഇന്ന് വലിയ ഇതാണ്, ഇന്ന് മോശമാണ്, ഇന്ന് ചൊവ്വാഴ്ചയാണ്, അങ്ങനെ ഒരു ദിവസമൊന്നും ഇല്ല. നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ദിവസമാണ് ദിവസം. കാരണം എന്താ വെച്ചാല് നമ്മുടെ മൈൻഡ് സെറ്റിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെ ചലഞ്ചീവ് ഒന്നുമല്ല, ഞാനൊരു എത്തീസ്റ്റ് ഒന്നുമല്ല. പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ മൈൻഡിൽ തന്നെ ഇന്ന് നല്ല ദിവസം തീരുമാനിച്ചാൽ അത് ചിങ്ങം ഒന്നാണ്. നിങ്ങൾക്ക് കർക്കിടകം 30 ചിങ്ങം ഒന്നാക്കാം, എല്ലാ ദിവസവും ചിങ്ങം ഒന്നാക്കാം. പക്ഷെ പരിസ്ഥിതിയെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറ്റം പറഞ്ഞിരിക്കരുത്. നിങ്ങളായിരിക്കും ഏറ്റവും വലിയ വിഡ്ഢി ലോകത്തില്. നിങ്ങൾ കണ്ണാടി നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും ഏറ്റവും നല്ല വിഡ്ഢിയെ. അത് നിങ്ങൾ തന്നെ അങ്ങനെ സിറ്റുവേഷൻ ആകരുത്. നിങ്ങൾ ഏറ്റവും നല്ല സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറണം. അൺലെസ് യു ഡു ദ ബെസ്റ്റ് യു ക്യാൻ നോട്ട് എക്സ്പെക്ട് ടു ബി ദ ബെസ്റ്റ്. നിങ്ങൾ ഏറ്റവും നല്ല കാര്യങ്ങള്, ഏറ്റവും നല്ല എഫേർട്ട് ഇടാതെ നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മാറാൻ പറ്റും? ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അല്ലെ, പല ആൾക്കാരും വിധിയെ പഴിച്ചുകൊണ്ടും പല ആൾക്കാരും സാഹചര്യങ്ങൾ മാറും, 2027 മാറും, 2028 മാറും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ അവരെങ്ങനെ ബെസ്റ്റ് ആക്കാൻ പറ്റും? ഇന്ന് ഇന്നല്ലേ ഏറ്റവും നല്ല ദിവസം, ഇന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. സോ ഓൾവേസ് റിമെമ്പർ, പാസ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എ ഫ്യൂച്ചർ. നിങ്ങളുടെ ഇന്നലെ എന്ന് പറയുന്ന നാളെയായിട്ട് ഒരു ബന്ധം. ഇന്നലെ എത്രയോ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് പാപ്പരായിട്ടുണ്ട് അല്ലെ. ഇന്നലെ എത്രയോ പാപ്പരായിട്ടുള്ള ആൾക്കാർ റിവേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നു, ഈ പാസ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ. നിങ്ങളുടെ ഇന്നലകൾ നാളത്തെ ആയിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതാണ് നാളെയായിട്ട് ബന്ധമുള്ളത്. അല്ലാതെ നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. സോ മാനേജ് യുവർ തോട്ട്സ് ആൻഡ് ഹാവ് എ ഡെസ്റ്റിനി ഓഫ് യുവർ ചോയ്സ്. എങ്ങനെ ഈ നമുക്ക് നമ്മുടെ ചോയ്സസ് എങ്ങനെ മാറ്റാൻ പറ്റും? നമുക്കറിയാം, നമ്മുടെ ചോയ്സസ് നമുക്ക് മാറ്റണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകള്. ഒരു മനുഷ്യൻ ഒരു ദിവസം എന്തുമാത്രം ചിന്തകളാണ് അവന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് അല്ലെ. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ടെങ്കിൽ ഏകദേശം 25ഓളം ചിന്തകൾ മനസ്സിൽ കൂടെ വരുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തി. ചില ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10 തോട്ടെങ്കിലും വന്നാൽ ഒരു മണിക്കൂറിൽ എത്ര തോട്ട് വരും? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് 60 തോട്ട് വരും അല്ലെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം, ഒരു മിനിറ്റിൽ ഒരു തോട്ട് വന്നാൽ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ എന്തുമാത്രം ചിന്തകളാണ് നമ്മൾ മനസ്സിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ മാനേജ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ TV ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളറിയാം, TV-ക്കകത്ത് നമ്മൾ കാണുന്ന എല്ലാം കഷ്ടപ്പാടും ദുരിതവും ആക്സിഡന്റും കൊലപാതകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. TV-ക്കാരുടെ ഉത്തരവാദിത്വം അതാണ്, അല്ലെ TV-ക്കാരുടെ ജോലി അതാണ്, അവരുടെ ബിസിനസ് അതാണ്. അവർക്ക് എങ്ങനെയെങ്കിലും TRP റേറ്റിംഗ് കൂട്ടാനായിട്ട് ചെളിയിലിറങ്ങി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, തലയമ്പത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ആകാശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, കഥകൾ പഴിച്ചു വിടുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മൾ അതിനകത്ത് ഒരു ഇരയായിട്ട് മാറരുത്. കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം, അതിന്റെ അപ്പുറത്തേക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറ്റുവാണെങ്കിൽ വയനാട് വരെ ഒന്ന് പോവുക, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റും, നല്ല കാര്യമാണ്, ഏറ്റവും നല്ല. അവർ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അവർ ചെയ്തു. പക്ഷെ 24 hours TV നോക്കിയിട്ട് നമ്മുടെ മൈൻഡിനെ വെറുതെ എന്താ പറഞ്ഞ മോശമാക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കാം, നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ചെയ്തുകൂടെ? എന്തുകൊണ്ട് നമുക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സപ്പോർട്ട് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നമുക്ക് അവരെ ചെയ്തുകൂടാ? അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. എല്ലാ കാര്യങ്ങൾക്കകത്തും എല്ലാത്തിനകത്തും നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും കണ്ടെത്താം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ തോട്ട്സിൽ കൺട്രോൾ ഉണ്ടാകും. നിങ്ങളുടെ തോട്ട്സിനെ മാനേജ് ചെയ്താൽ നിങ്ങളുടെ വിധിയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഐ റിപ്പീറ്റ്, നിങ്ങളുടെ ചിന്തകളെ മാനേജ് ചെയ്താൽ നിങ്ങളുടെ വിധിയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിന്തകളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ചിന്തകൾക്ക് കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർ കാണുന്നതും കണ്ടുന്നതും ഒക്കെ കയറി ഏറ്റുപിടിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ എങ്ങും എത്താറില്ല. അവിടെ പറയാല്ലേ, ജാക്ക് ഓഫ് ഓൾ മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ഇറങ്ങി പ്രവർത്തിക്കുക, അവരിറങ്ങുന്ന കാര്യങ്ങൾ പൂർണ്ണതയോടെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ചിന്തകൾ. നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ ചിന്തിക്കുന്നതിനകത്ത് ഒരു കൺട്രോളും ഇല്ല, ഞാനിങ്ങനെ വിധിയെ പഴിച്ച് വെറുതെ യൂട്യൂബും ഷോർട്സും ഇൻസ്റ്റഗ്രാമും കണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങി പ്രവർത്തിക്കുന്നിടത്താണ് വിധി ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തകളിൽ ആദ്യം കൺട്രോൾ ഉണ്ടാകണം. തോട്ട്സ് വിൽ ലീഡ് ടു യുവർ വേർഡ്സ്. നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നാണ് നിങ്ങളുടെ വാക്കുകൾ പുറത്തു വരുന്നത്. കാരണം നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അത് നമ്മളെ വാക്കുകളെ, ആ വാക്കുകൾ നമ്മുടെ പ്രവൃത്തിയെ നമ്മൾ സഹായിക്കും. വേർഡ്സ് വിൽ ലീഡ് ടു ആക്ഷൻ. പല ആൾക്കാർ സംസാരിച്ച് എങ്ങനെയുണ്ടോ, കഷ്ടപ്പാടാ, എന്ത് ചെയ്യാനാ, എങ്ങനെ, കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ തന്നെ കുഴപ്പമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ കുഴപ്പത്തിനെ കുറിച്ചാണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ട് ടോപ്പ് ഓഫ് ദ മൈൻഡ് റീകോൾ കുഴപ്പമില്ല എന്ന് വരുള്ളൂ. കാരണം എന്താ അറിയോ, കുഴപ്പമില്ല എന്നുള്ള സാധനം നമ്മൾ കുഴപ്പമാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കുഴപ്പമാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, നമ്മളെ ചിന്തകൾക്ക് വാക്കുകൾക്കകത്ത് വരുന്ന കുഴപ്പമാണ് ആദ്യം വരുന്നത്. കുഴപ്പം ഇല്ല എന്ന് പറയുന്നത്, ഇല്ല എന്നുള്ള അഡ്ജക്റ്റീവ് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുഴപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്നുള്ള ചിന്തിക്കുന്ന ആ ഇത് വരണമെങ്കിൽ, ആ വാക്ക് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ കൂടുതലും കുഴപ്പങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ചിന്തകള് എല്ലാം നന്നായി പോകുന്നു,
ഐ എം ഗോയിങ് ടു ബി ദ ബെസ്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കറിയാം എന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, എന്റെ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് എനിക്കറിയാതെ വെക്കാം. ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഇരുന്നിട്ട് ചിന്തിക്കുക. ആ ചിന്തിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ഗോയിങ് ടു ബി ദ ബെസ്റ്റ്, ഞാൻ ഏറ്റവും നല്ല സംഭവം. അപ്പം എനിക്കിന്ന് അറിയാം എന്റെ സിറ്റുവേഷൻ നല്ലതാണ്, പക്ഷെ അപ്പോഴും ഞാൻ കുഴപ്പത്തെ കുറിച്ച് ചിന്തിച്ചാൽ എന്താ ഉണ്ടാവുക? ഞാൻ കുഴപ്പത്തിലോട്ട് അറിയാതെയാണ്. ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ എന്തെങ്കിലും തരത്തിൽ മോശമാണെന്ന് വെക്കുക, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ആ മോശമായ സിറ്റുവേഷൻ നല്ലപോലെ ചിന്തിക്കണം. അപ്പൊ നല്ല വാക്കുകൾ പുറത്തു വരും. നല്ല വാക്കുകൾ വരുമ്പോൾ നമ്മുടെ ആക്ഷൻസും നമ്മുടെ ബോഡിയിലെ കംപ്ലീറ്റ് എനർജിയും കംപ്ലീറ്റ് സെൽസും ഈ ബ്രെയിൻ മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിന്തകൾ പോസിറ്റീവ് ആയാൽ ചിന്തകൾക്കകത്തോടെ നിങ്ങളുടെ വാക്കുകൾ പോസിറ്റീവ് ആകും. അപ്പൊ ആക്ഷൻ പോസിറ്റീവ് ആകും. ആക്ഷൻ എല്ലാ ദിവസവും ചെയ്യുന്ന ആക്ഷൻ നിങ്ങൾ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ എല്ലാ ദിവസവും 7 ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആവും. 21 ദിവസം ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ ഹാബിറ്റ് ആവും. അത് നിങ്ങളുടെ ഹാബിറ്റ് ആവും. ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വിധിയെ നിശ്ചയിക്കും. അതായത് നിങ്ങൾ സേർട്ട് വലിക്കുന്ന ആളാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം പുക വലിക്കുമ്പോൾ ശ്വാസം മുട്ടലും ചുമയൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് ദിവസം 7 ദിവസം കഴിയുമ്പോൾ അത് സ്ഥിരമാവും, നല്ല സുഖമാവും. 21 ദിവസം കഴിയുമ്പോൾ അത് ഹാബിറ്റ് ആവും. പിന്നെ സിഗരറ്റ് ഒന്നും വലിക്കണം എന്ന് ആഗ്രഹം വരും. ഈ ആഗ്രഹം വരുമ്പോൾ ഭാവിയിൽ അത് നമ്മുടെ ഹെൽത്തിന് പ്രശ്നം. സിഗരറ്റ് നിർത്തുന്ന ഒരാള് സിഗരറ്റ് നിർത്തുമ്പോൾ ആദ്യത്തെ ദിവസം പ്രശ്നമാവും. 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമ്മുടെ ബോഡി പലപ്പോഴും അങ്ങോട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞത് കോമൺ ആവും, അത് സെറ്റിൽ ആവും. അത് 21 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആഗ്രഹം ഇല്ലാതെ പോകും. അപ്പൊ നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആവും. ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കാകും. നിങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്ത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും എന്തൊക്കെ കുഴപ്പമുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ സ്വാധീനിക്കുന്നത് കുഴപ്പം ചിന്ത മറ്റൊരാളുടെ ആയിരിക്കും ചിന്തിക്കുന്നത്, നമ്മുടെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ബ്രെയിൻ നമ്മുടെയോ മറ്റൊരാളുടെ ഒന്നുമല്ല. കുഴപ്പങ്ങളിലേക്ക് ചിന്തിച്ച് നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്ന കുഴപ്പങ്ങളാണ്. സോ ദേ ആർ എക്സ്പെക്ട് യുവർ ബ്രെയിൻ ഈസ് എക്സ്പെക്ടിങ് കുഴപ്പം ഫോർ യു. ആ കുഴപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് വരുന്ന നിങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ നമ്മൾ വാക്കുകളെ സ്വാധീനിക്കും, വാക്കുകൾ ഹാബിറ്റിനെ സ്വാധീനിക്കും. ഈ ഹാബിറ്റ് അതായത് ഹാബിറ്റിനെ നമ്മുടെ പ്രവൃത്തിയെ സ്വാധീനിക്കും, പ്രവൃത്തി നമ്മുടെ ഹാബിറ്റിനെ സ്വാധീനിക്കും. ഈ ഹാബിറ്റ് നിങ്ങളുടെ വിധിയെ നിശ്ചയിക്കും. അതായത് എവിടുന്ന് തുടങ്ങിയത്? ചിന്തകളിൽ. സോ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, വൈബ്രന്റ് ആയിട്ട് ചിന്തിക്കുക, വൈബ്രന്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, വൈബ്രന്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഹാബിറ്റ് മാറും, നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരാളെ പ്ലാൻ കാണിക്കാൻ വെച്ചാൽ നല്ലൊരു ആൾക്കാരെ കിട്ടുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ going to get the best people in my business. എന്റെ ബിസിനസിനകത്ത് ഏറ്റവും നല്ല ആൾക്കാരെ ഞാൻ കൊണ്ടുവരാൻ പോവാണ് എന്നുള്ളത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തുണ്ടാവുക? നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, നിങ്ങളുടെ മുന്നിൽ വന്ന് ചാടും. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. ഇതിന് പറയുന്ന ഒത്തിരി സയൻസ് ഒക്കെ ഉണ്ട്. മെറ്റാഫിസിക്സിന്റെ വെച്ച് ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. സയന്റിഫിക്കലി ഞാൻ ഈ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നടന്ന കാര്യങ്ങൾ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? സോ എപ്പോഴും ചിന്തകൾ പോസിറ്റീവ് ആയിരിക്കുക, ചിന്തകൾ ശരിക്കും ശക്തമായിരിക്കുക, ചിന്തകൾ വൈബ്രന്റ് ആയിരിക്കുക. അപ്പൊ നിങ്ങളുടെ വിധി തന്നെ മാറുന്നുണ്ടാവും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാവ് എ പവർഫുൾ ആൻഡ് പോസിറ്റീവ് തോട്ട്സ് ഓൾവേസ്. എപ്പോഴും വളരെ പവർഫുള്ളും പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ മനസ്സിൽ ഞാനിപ്പോ ഇത് പറയുമ്പോൾ സാറിന് ഇത് പറയാം, സാറിന് വേറെ കുഴപ്പമൊന്നുമില്ല, സാറിന് ഈ ബിസിനസ്സിൽ നല്ല വരുമാനമുണ്ട്, ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാന്ന് പറയാം. ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞാൽ സാറിന് അഥവാ ബിസിനസ്സിൽ പ്രശ്നമുണ്ടെങ്കിൽ വൈഫിന് ജോലിയില്ല, ഇതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു പക്ഷെ എന്റെ വൈഫിന്റെ ജോലിയോ എന്റെ ബിസിനസ്സിലോ ഇതൊന്നും അല്ല, ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാ? നമ്മുടെ ചിന്തകളിൽ നിന്ന്. പല ആൾക്കാരും പക്ഷെ ഇത് പറയുന്ന ആൾക്ക് വളരെ ഈസിയാ, ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, എനിക്കെന്നൊരു തോന്നലാണ്. തിരിച്ചാണ്, നിങ്ങൾ മനസ്സിൽ തിരിച്ചല്ല, നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. സോ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്റെ റിയാലിറ്റി സാറെ വളരെ മോശം, എനിക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല, സാർ എന്നെ നോക്കൂ. ഞാൻ എന്തിനു നോക്കും? നിങ്ങളല്ല ജീവിതത്തിൽ ചെയ്യുന്നത്. നിങ്ങളുടെ ആരാ നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദി? നമുക്ക് പൈസ ഇല്ല, സമയമില്ല, ആരോഗ്യമില്ല, കണക്ഷൻസ് ഇല്ല, ഈ ഇല്ലായ്മകളല്ല, ഇതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ നമുക്ക് എല്ലാം ഉണ്ടാവും. സോ റിയാലിറ്റി ഈസ് ബാഡ്, മൈ സിറ്റുവേഷൻ ഈസ് അൺബെയറബിൾ. ഇതൊക്കെ പലരും പറയാണ്, സ്ട്രെസ്ഫുൾ, പതറ്റിക്, നെഗറ്റീവ്, ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് യുവർ റിയാലിറ്റി. ബട്ട് അത് ചേഞ്ച് ചെയ്യണ്ടേ? ബട്ട് തിങ്ക് വാട്ട് യു വാണ്ട്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ അക്ഷരത്തിൽ അത് എഴുതിയത്. നിങ്ങളുടെ ഉള്ളില് ഒരു മാജിക് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു മാജിക് ഉണ്ട്. മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? നിങ്ങൾ ഈ റിയാലിറ്റിക്കാണ്. നിങ്ങളിപ്പോ വളരെ മോശം സിറ്റുവേഷൻ ആണെന്ന് ഞങ്ങൾ വെക്കുക, വളരെ മോശമാണ്, പരിതാപകരമാണ്, ടോപ്പ് ഓഫ് ദി എന്താ പറയുന്നത് പ്രോബ്ലംസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ എങ്കിലും നിങ്ങൾ പറയാം ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് അക്സെപ്റ്റ് ഇറ്റ്, ഐ എം ഗോയിങ് ടു ചേഞ്ച് ഇറ്റ്, ഐ തിങ്ക് ഐ വാണ്ട് ദിസ്, ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എനിക്കത് എത്തിയേ പറ്റൂ. ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യും, ഒരു സീലിംഗ് അച്ചീവർ ആവും, ഏറ്റവും നല്ലൊരു ടീം ഞാൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അങ്ങ് പറയുക. ആദ്യം നിങ്ങളുടെ മൈൻഡ് റിജക്ട് ചെയ്യും, നിങ്ങളുടെ ബ്രെയിൻ റിജക്ട് ചെയ്യും. ഭ്രാന്താണ് നിനക്ക് മനസ്സിലാവുന്നില്ലേ, നീ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത് നിനക്ക് അറിയാവും. പക്ഷെ പിന്നീട്
നിങ്ങളെ വാക്കുകൾക്കകത്തും പ്രവർത്തിക്കകത്തും ഒക്കെ അത് വരുന്നുണ്ടാവും. അപ്പൊ നല്ല നല്ല ആൾക്കാർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ പ്രശ്നങ്ങളും പരിമിതികളും പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളും പരിമിതിയുള്ള ആൾക്കാർ മാത്രമേ നിങ്ങളിവിടെ വരുള്ളൂ. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ടീമിൽ നിങ്ങളെക്കാളും പ്രശ്നങ്ങളും പരിമിതിയുള്ള ആൾക്കാരായിരിക്കും കൂടുതലുള്ളത്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അത്രയും കൂടെ സമയമില്ലാത്ത ആൾക്കാരായിരിക്കും നിങ്ങളുടെ ടീമിൽ നിറയുള്ളത്. നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ കഴിവില്ലാത്ത ആൾക്കാരായിരിക്കും. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്ക് കഴിവില്ല, അപ്പൊ നിങ്ങളോട് ചേരേണ്ടതല്ലേ ചേരുള്ളൂ. എനിക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ പോലും അറിയാത്ത എത്രയോ കഴിവുള്ള ആൾക്കാർ, നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ടീം വരും. ആ ചിന്തകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജസ്റ്റ് വൺ സ്മോൾ പോസിറ്റീവ് തോട്ട് ഇൻ ദ മോർണിംഗ് ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ഡേ. ദലൈലാമ പറഞ്ഞ ഒരു ചെറിയ പോസിറ്റീവ് തോട്ട് ഇൻ ദ മോർണിംഗ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നെഗറ്റിവിറ്റി ചെയ്ത പോസിറ്റീവ് ആണ്. വളരെ മനോഹരമായിട്ട് ദിവസം, താങ്ക് ഗോഡ് ഐ ആം സോ എക്സൈറ്റഡ് ടുഡേ എന്നൊരു ചിന്ത മാത്രം മനസ്സിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ദിവസം തന്നെ മാറുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കാം. ഒരു ദിവസം തന്നെ മാറുന്നുണ്ടോ? സോ ഡിസൈഡ് ടു ലീവ് ഇൻ യുവർ ഓൺ പോസിബിലിറ്റീസ്. നിങ്ങളുടെ പോസിബിലിറ്റീസ് ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ഹ്യൂമൻ ബോഡിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് അറിയാം. നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയാം. ഒരു എന്താ പറഞ്ഞ, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വർഷം ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരുവനന്തപുരം പോലെ ഒരു സിറ്റിയെ ഒരു വർഷത്തെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എനർജി കൊണ്ട് തിരുവനന്തപുരം പോലെ സിറ്റിയെ 30 മിനിറ്റോളം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. അത്രയും കെമിക്കൽ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഒരു വർഷം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും കഴിവുണ്ടേ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത്രയും വലിയ പോസിബിലിറ്റീസിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെ, നിങ്ങൾ അതിനകത്ത് ജീവിക്കാൻ തീരുമാനിക്കാം. യു ഹാവ് എൻലെസ് പോസിബിലിറ്റീസ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡു നോട്ട് ലിമിറ്റ്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനെ നിങ്ങളുടെ തെറ്റായ വാക്കുകളും ചിന്തകളും വാക്കുകളും കാരണം അതിനെ നശിപ്പിച്ചു കളയരുത്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റി, എൻലെസ് ആയിട്ടുള്ള പോസിബിലിറ്റീസിന് നിങ്ങളുടെ തെറ്റായിട്ടുള്ള ചിന്തകളും വാക്കുകളും കാരണം ഇല്ലാതെ പോകുന്നത്. തോട്ട് ബിക്കം തിങ്സ്. ലോകത്തിലെ വലിയൊരു ഫിലോസഫിയാണ്. പല മാനേജ്മെന്റ് എക്സ്പേർട്ടുകളും ഫോളോ ചെയ്ത കാര്യമാണ്. യുവർ തോട്ട് ബിക്കം തിങ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ചിന്തിക്കുന്നത് യഥാർത്ഥമായിട്ട് വരുന്നുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നത് നല്ല ഫ്ലാഷി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ മോശം ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ 100% ഉണ്ടായിട്ടുണ്ടാവും. അത് മനസ്സിലാക്കുക. യൂണിവേഴ്സൽ പവർ വിൽ ഹെൽപ് യു ടു റീച്ച് യുവർ ഡെസ്റ്റിനി. ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നിങ്ങളെ അവിടെ എത്താൻ സഹായിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വാട്ട് എവർ യു തിങ്ക് വിൽ ബിക്കം യുവർ റിയാലിറ്റി. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഡിസൈഡ് ടു പുട്ട് ആൻഡ് ആക്ഷൻസ് മാച്ചിങ് യുവർ തോട്ട്. ഏത് തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് ഉള്ളത് അതിന് പറ്റിയ ആക്ഷൻസ് നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. വാട്ട് ഈസ് യുവർ ലൈഫ് ഗോൾ? ജീവിതത്തിൽ ചിന്തിക്കണം. എന്റെ ജീവിത ലക്ഷ്യം എന്താണ്? ഞാൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത്? 5 വർഷം കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കണം? ചിന്തിക്കണം. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള ബാക്കിയുള്ള നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഹാപ്പിനെസ്, ഇതൊക്കെ എവിടെയായിരിക്കണം 5 വർഷം, 5 years down the line, 3 years down the line, maybe 20 years down the line? നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, പർപ്പസ് എന്താണ്? ആർ യു പുട്ടിംഗ് ഇൻ എഫേർട്സ് ഡെയിലി ടു റീച്ച് യുവർ ലൈഫ് ഗോൾ? നിങ്ങളുടെ ജീവിതത്തിലെ ഈ ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അൺനെസസറി ആയിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളെക്കാളും നമുക്ക് പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതല്ല എപ്പോഴും വേണ്ടത്. സോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. ഇൻവെസ്റ്റ് ടുഡേ ആൻഡ് എൻജോയ് ടുമോറോ. നിങ്ങൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ടുകാരന്റെ പരസ്യമാണിത്. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, നാളെ എൻജോയ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിൽ മാത്രമല്ല, ഇൻവെസ്റ്റ് യുവർ തോട്ട് ഇൻ യുവർ പോസിറ്റീവ് തോട്ട്സ് ടുഡേ, എൻജോയ് യുവർ ലൈഫ് ടുമോറോ. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നാളെ നിങ്ങളുടെ ജീവിതം മാറും. പ്രവർത്തികൾ പോസിറ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നാളെ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. തിങ്ക് ഫ്രീഡം, ഓൾവേസ് തിങ്ക് ഫ്രീഡം. പറന്ന് നടക്കുന്ന ഒരു ഫ്രീഡം ആയിട്ട് മാറുക. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്, അതെല്ലാം ചെയ്യാൻ പറ്റും. സോ ലോജിക് വേഴ്സസ് ഇമോഷൻ. നിങ്ങളുടെ ഹാർട്ട് വേഴ്സസ് യുവർ ബ്രെയിൻ. യുവർ ഹാർട്ട് വേഴ്സസ് യുവർ ബ്രെയിൻ, വിച്ച് ഈസ് സ്ട്രോങ്ങർ? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. രണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ലോജിക് ഈസ് ബീൻ കൺട്രോൾഡ് ബൈ യുവർ ബ്രെയിൻ and emotions has been controlled by your heart. ഹാർട്ട് എന്നുള്ളതല്ല മൈൻഡ്. ഹാർട്ട് അല്ല, ശരിക്കും മൈൻഡാണ്. പക്ഷെ നിങ്ങളറിയാം, നമുക്ക് മൈൻഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. മൈൻഡ് നമ്മുടെ ശരീരത്തിലാണോ പുറത്താണോ ഒന്നും നമുക്കറിയില്ല. ചൗടനെ ഹൃദയമായിട്ടാണ് നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഹൃദയത്തിൽ സംസാരിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റുന്ന ബ്രെയിനിന് മാത്രമേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കാം, ലോജിക് വേഴ്സസ് ഇമോഷൻ. ലോജിക്കലി ഇമ്പോസിബിൾ തിങ്സ് ക്യാൻ ബി അച്ചീവ്ഡ് ഡെഫിനറ്റ്ലി ബൈ പാഷൻ. ജീവിതത്തിൽ ലോജിക്കലായിട്ട് ചെയ്യാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ പാഷനേറ്റ് ആയിട്ട് മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, എനിക്കും ചെയ്യാൻ പറ്റും.
ഈ ലോകത്തിൽ ഒത്തിരി ആൾക്കാർ, ദശലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. നിങ്ങളോ ഞാനോ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരല്ല. അത് മനസ്സിലാക്കുക. യു ഡോണ്ട് ഹാവ് ടു ഇൻവെന്റ് എനിത്തിങ്, യു ജസ്റ്റ് ഹാവ് ടു ഫോളോ സംബഡി ഹാസ് ഡൺ ഓൾറെഡി. നിങ്ങൾ മനസ്സിലാക്കുക. സോ ലോജിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്ലേസ് എ ബേസ് ഇൻ എവറിഥിങ്. ലോജിക്കലായിട്ടാണ് ഒരു മനുഷ്യൻ ചിന്തിച്ച് തുടങ്ങുന്നത്. ലോജിക്കലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബിലീഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലോജിക്കിൽ നിന്നാണ് ഒരു ബിലീഫ് ഉണ്ടാകുന്നത്. സോ ചിലർ പറയാം അവര് ലോജിക് ഇല്ല എന്ന് പറയാൻ തെറ്റാണ്. ലോജിക് ഇല്ലാത്ത ആരുമില്ല. ലോജിക് ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് മനസ്സിലാവുന്ന ലോജിക് ആയിരിക്കും, അവർ വേറെ ലോജിക് ആയിരിക്കും. പക്ഷെ ആ ലോജിക്കിൽ നിന്നാണ്, ലോജിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചിട്ടപ്പെടുത്തി എടുക്കുന്ന കുറെ കാര്യങ്ങളിൽ നിന്നാണ് അവിടെ ആ റിതം, ആ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. എനിക്കിതാണ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഇങ്ങനെയാണ്. ഇപ്പൊ ചില ആൾക്കാരുടെ ലോജിക്കിൽ അവർ കലാകാരന്മാരായിട്ടായിരിക്കും അവരെ വിഷ്വലൈസ് ചെയ്യുന്നത്. അതിനുള്ള കഴിവുകളായിരിക്കും അവർക്കുള്ളത്. ചിലപ്പോൾ സ്കിൽ ഉണ്ടാവും, ചിലപ്പോൾ ടാലന്റ് ഉണ്ടാവും, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. സോ അത് ലോജിക്കിൽ നിന്നാണ്. സോ ഒരു നല്ല സ്ട്രോങ് ബിലീഫ് ഉണ്ടെങ്കിൽ നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ ലോജിക്കിനെ കുറിച്ചുള്ള സ്ട്രോങ് ആവും. ഈ ബിസിനസിനെ കുറിച്ചുള്ള ലോജിക് ഉണ്ടാവും, ജീവിതത്തിനെ കുറിച്ചുള്ള ലോജിക് ഉണ്ടാവും. നമ്മുടെ ട്രെയിനിങ്ങുകൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇന്നലെ ഞാൻ ഒരു ഏകദേശം 6 മണിക്കൂറോളം സെഷൻ ചെയ്തു. 6 മണിക്കൂർ ചെയ്ത 3.5 മണിക്കൂർ സെഷൻ ചെയ്ത ഡ്രീമിനെ കുറിച്ചും അതിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ചുമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ആകെ 10 മിനിറ്റ് പറഞ്ഞിട്ട് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ പറയാമായിരുന്നു. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഞാൻ കൂടുതൽ പറയാറില്ല. ഞാൻ പലപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ബിസിനസ് അല്ല, ജീവിതത്തിൽ എങ്ങനെയും ചെയ്യാം. ഈ ബിസിനസ് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അത് എങ്ങനെയും ചെയ്യാം. എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത് ഒരു തീരുമാനം ഉണ്ടെങ്കിൽ എങ്ങനെയും പോയി ചെയ്യാം. പക്ഷെ എങ്ങനെ ചെയ്യാമെന്ന് നല്ല അറിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, എന്തിനാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഈ ബിസിനസ് ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്തിന് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെയാന്നുള്ളത് ജീവിതത്തിൽ ഒരു പ്രശ്നമേ അല്ല, അതിന്റെ വഴി ദൈവം കാണിച്ചു തരും. പക്ഷെ എന്തിനെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, നല്ല സ്ട്രോങ് ഉണ്ടാണ്. നമ്മൾ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഈ ബിസിനസ്സിന് അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം നിങ്ങൾക്ക് ഒത്തിരി അറിവ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും. സോ ലോജിക്, സംടൈംസ് ലോജിക് വിൽ ഫെയിൽ യു. അതാണ് ഒരു പ്രധാന പ്രശ്നം. നമ്മളെ ലോജിക്ക് ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയല്ല. കാരണം എന്റെ നാട്ടില് ഒരു 40ഓളം ആൾക്കാർ ചെയ്ത് പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് എന്താ കാര്യമുള്ളൂ? ഞാൻ പറയാറില്ലേ, നിങ്ങളുടെ കുട്ടികളെ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതുന്ന എത്രയോ പേര് തോറ്റുന്നു. ഇപ്പൊ അധികം ആൾക്കാർ തോൽക്കുന്നില്ല. നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിന് കുട്ടികളെ വിടാറുണ്ട്. എത്രയോ പേര് എഴുതിയിട്ട് എത്രയോ പേരൊക്കെ കിട്ടുക. എന്റെ മോള് പഠിച്ച സ്ഥലത്ത് നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ കിട്ടിയുള്ളൂ. പക്ഷെ ഇവക്ക് കിട്ടി. ഞാൻ ആലോചിക്കുന്നതല്ല, അവിടെ 2000 പേര് പഠിച്ചിട്ടുണ്ടാവും, ആകപ്പാട് 40 പേർക്ക് കിട്ടിയത്. ഞാൻ ഈ 1960 പേരെ അല്ലല്ലോ നോക്കുന്നത്, ഞാൻ ഈ 40 പേര് കിട്ടിയവരെയല്ലേ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ചിലപ്പോൾ തിരിച്ചു ചിന്തിക്കും, ഇത്രയും പേര് എഴുതിയിട്ട് ഇത്രയും പേർക്ക് കിട്ടിയവരോ, അപ്പൊ ശരിയാവുക. അവിടെയാണ് നമ്മളെ ലോജിക്ക് നമ്മളെ ഡിസീവ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മളെ ലോജിക്ക് നമ്മളെ ചതിക്കുന്നത്, അല്ലെ ഫെയിൽ ആക്കുന്നത്. സോ അൺനെസസറി കമ്പാരിസൺ. ഒരു കുരങ്ങനെ മരത്തെ കയറാൻ കഴിവെന്ന് നോക്കിയിട്ട് ഫിഷ്, വെള്ളത്തിൽ കിടക്കുന്ന മീൻ എനിക്ക് മരത്തെ കയറാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? അതുപോലെയാണ് നിങ്ങൾ. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നെക്കാലം 10 ചെയ്യാൻ പറ്റും നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ വേറെ ടീമിലെ ആൾക്കാർ അത് ചെയ്യും, നമ്മൾ അതിന്റെ പുറകെ പോകും. ചില ആൾക്കാർ മറ്റേ ടീമിലോട്ട് നോക്കി വെള്ളം ഇറക്കി നിൽക്കുക, അവരിങ്ങനെ പോകും, അവർ പല പേരിട്ട് അങ്ങനെ നടക്കും. അവർ വേറെ എങ്ങും എത്താൻ പോകുന്നില്ല. നമുക്കറിയാം അവർക്ക് സ്വന്തം ഐഡന്റിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് വല്ലവരുടെ പുറകെ. നമ്മുടെ ടീമിന് ഐഡന്റിറ്റി ഉണ്ട്, നമ്മുടെ ടീമിന് നല്ല സംഭവങ്ങളുണ്ട്. അത് നോക്കുക. അൺനെസസറി കമ്പാരിസൺസ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണ് അവിടെ സംഭവം എന്ന് പറഞ്ഞ് നടക്കാതിരിക്കുക. അല്ലെ വേറൊരു വ്യക്തിയെ നമ്മളൊരു GTS ചിലപ്പോൾ കാണുമ്പോൾ വെറുതെ കമ്പയർ ചെയ്യാതിരിക്കും. നമുക്ക് തന്നെ ഒത്തിരി കഴിവുണ്ടല്ലോ. അൺവാണ്ടഡ് നെഗറ്റീവ് തോട്ട്സ്, വേണ്ടാത്ത ചിന്തകള്, നെഗറ്റീവായുള്ള ചിന്തകൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായുള്ള ഒത്തിരി ചിന്തകൾ നമുക്ക് അറിയാതെ വരുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കാൻ ബോധപൂർവ്വം ശ്രമിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ലോജിക്ക് നമ്മളെ ഡിഫീറ്റ് ചെയ്യും, ലോജിക്ക് നമ്മളെ ഫെയിൽ ആക്കി കളയും. സോ വേറെ ഒരു കൂട്ടം ആൾക്കാർ പാരാലിസിസ് ബൈ അനാലിസിസ്. സാറേ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിങ്ങിനകത്ത് അവരുണ്ടായിരുന്നു, ഇപ്പൊ അവരാരും ഇല്ല ബിസിനസ്. നിങ്ങൾ എന്തിനാ അത് നോക്കും? ഞാൻ ഈ ബിസിനസ് വന്നപ്പോൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് വലിയ ആദ്യത്തെ മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ വളരെ ആക്റ്റീവായിട്ടൊന്നും ചില ആൾക്കാർ ഇന്ന് ബിസിനസ്സിലില്ല. പക്ഷെ ഞാനന്ന് വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ട് പോയതാണ്. ഞാൻ ഇന്ന് ITC വിത്ത് എമറൽഡാണ്. ഞാൻ ആ നിർത്തിപ്പോയവരെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാണ്, നമ്മൾ അനാലിസിസ് ചെയ്യാണ്. എത്ര പേര് ബിസിനസ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ നോക്കി ആൾക്കാരിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. കമ്പയർ ചെയ്യുന്ന ആൾക്കാര് പാരാലിസിസ് ബൈ അനാലിസിസ് മാത്രമല്ല, പുറത്തും അങ്ങനെ തന്നെയാണ്. വെറുതെ ആൾക്കാരെ അനലൈസ് ചെയ്ത് നടക്കാം. ഇത് നെവർ ലെറ്റ് യുവർ ലോജിക് ഫെയിൽ യു. നിങ്ങളുടെ ലോജിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുക. അത് എപ്പോഴും എന്താ പറയുന്നത്, പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു ഭാവിയെ കുറിച്ച് വെക്കുക. അപ്പൊ എന്തുണ്ടാകുന്നത്? നിങ്ങളുടെ ലോജിക്ക് നിങ്ങളെ തോൽപ്പിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് നിങ്ങളെ തോൽപ്പിക്കും. സോ ഹാവ് എ മെന്റർ. അതിനാണ് നമുക്കൊരു ഗുരു കാണുന്നത്. ഡൗൺ ലൈൻ ആണ് പല ആൾക്കാരുടെ മെന്റർ, ക്രോസ് ലൈൻ ആണ് പല ആൾക്കാരുടെ മെന്റർ. അത് ചിലപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെന്റേഴ്സ്. അതിന് പകരം
ഈ ബിസിനസ്സിൽ നിങ്ങൾ അപ്ലൈൻ ആയിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉറപ്പിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾ മെന്ററാണ്. ആ സമയം നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന ലീഡർ ആയിരിക്കണം, അല്ലാതെ വഴിയെ പോകുന്ന ആയിരിക്കില്ല, അല്ലെ ക്രോസ് ലൈൻ ആയിരിക്കരുത്. നിങ്ങൾ അപ്ലൈൻ ആണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡർ നിങ്ങളെ മെന്ററാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ലോജിക്കിനെ പോലെ കാലം പ്രധാനപ്പെട്ടാണ് ഇമോഷൻ. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ്സ് എ പാഷൻ. ലോജിക്ക് നമ്മുടെ തിങ്കിങ് പാറ്റേൺ സെറ്റ് ചെയ്യും. ലോജിക്ക് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാം. ലോജിക്ക് നമ്മുടെ വാക്കുകളെ സ്വാധീനിക്കാം. പക്ഷെ പാഷൻ എന്ന് ഇമോഷൻ നമ്മുടെ പാഷനെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഒരു അഭിനിവേശം. ഇപ്പൊ പ്രേമിക്കുന്ന സമയം, പ്രേമിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പ്രേമിക്കുന്ന സമയത്ത് യാതൊരു കാര്യവും അവർക്ക് എന്താ പറഞ്ഞ നത്തിങ്, യുവർ ഡ്രീം ഈസ് ദ ഓൺലി തിങ്, അല്ലെങ്കിൽ നിങ്ങളെ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ബാക്കിയുള്ളതൊക്കെ ഇമ്മറ്റീരിയലാണ് അല്ലെ. അതെന്തുകൊണ്ടാണ്? അവർ പാഷനേറ്റ് ആണ്. ആ പാഷൻ നമുക്ക് എന്തുകൊണ്ട് ഈ ബിസിനസ്സിലോ ജീവിതത്തിലോ ആയിക്കൊള്ളാം. ജീവിതത്തിനെ കുറിച്ചൊരു പാഷൻ വേണം. നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. ഞാനും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു എന്താ പറയുക പ്രൈവറ്റ് ജെറ്റിൽ പോകുന്നത് എനിക്കത് ഇഷ്ടമാണ്. അതൊരു പാഷനാണ്. നമ്മൾ അങ്ങനെ ജീവിതം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന നല്ല ലൈഫ് സ്റ്റൈല്, നല്ല പാഷനുള്ള ഒത്തിരി ആണ്. നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഇഷ്ടമുള്ള എന്താണ് അത് നോക്കാം. ആർ യു റിയലി ഇമോഷണലി കണക്റ്റഡ് ടു ദാറ്റ്? നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പാഷനുമായിട്ട് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാവണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് ജീവിതത്തില് ഇപ്പൊ സ്പോർട്സിലും അത്ലീറ്റ്സിലും ഒക്കെ ജയിച്ച ആൾക്കാരുണ്ട്. ഒളിമ്പിക്സ് ഇപ്പൊ കഴിഞ്ഞില്ല. ഈ ഒളിമ്പിക്സിനകത്ത് എത്രയോ മെഡലുകൾ മേടിച്ചിട്ടുണ്ട് അല്ലെ. പല ആൾക്കാരും പാഷനേറ്റ് ആണ് അതിന്റെ പുറകെ പോകുന്നുണ്ടല്ലേ. പല ആൾക്കാരും ജീവിതത്തില് വലിയ നേട്ടങ്ങളുടെ പുറകെ പോകുന്നത് എങ്ങനെയാണ്? വലിയ ബിസിനസ്സുകളോ വലിയ അച്ചീവ്മെന്റ്സോ ക്രിയേറ്റ് ചെയ്യുന്ന പാഷനേറ്റ് ആയതുകൊണ്ടല്ലേ. സോ നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പാഷൻ വരുന്നുണ്ടാവും. സോ ബി പാഷനേറ്റ് ടു മൈ ലൈഫ് സ്റ്റൈൽ, ബി പാഷനേറ്റ് ടു SPG, ബി പാഷനേറ്റ് യുവർ ടീം. ടീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈൻ ആൻഡ് ഡൗൺലൈൻ. ബി പാഷനേറ്റ് യുവർ പ്രൊഡക്ട്സ്. യു ക്യാൻ സീ ദ മിറാക്കിൾസ് ഹാപ്പനിങ്. നിങ്ങളുടെ ജീവിതത്തില് മാജിക് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും, അതിശയങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ രാവിലെ ഒരു വിശ്വാസം, ഉച്ചയ്ക്ക് മറ്റൊരു വിശ്വാസം, വൈകുന്നേരം വേറൊരു വിശ്വാസം. കാരണം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആരാണോ അവരനുസരിച്ച് നമ്മുടെ വിശ്വാസം മാറുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻകൺസിസ്റ്റന്റ്, അതായത് പ്രഡിക്റ്റബിളി ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. അവർക്ക് സ്വയമായിട്ടൊരു സ്റ്റാൻഡ് ഇല്ല, സ്വയമായിട്ടൊരു ചിന്തയില്ല. അവിടെ എന്താണ് എപ്പോഴും ഈ ECG ഗ്രാഫ് പോലെ മുകളിലോട്ട് താഴുക. അപ്പൊ നമുക്ക് മറ്റേ ടീമിൽ പോയി ട്രെയിനിങ് എടുത്താലുണ്ടോ, അല്ലെ ആ ടീമിൽ പോയി ചെയ്താലുണ്ടോ, ഇവിടെ പോയി ചെയ്താൽ കൂടെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അത് മാത്രമല്ല, പല രീതിയിലുള്ള ചിന്തകളുള്ള ആൾക്കാർ. ഇവരൊരു കുഴപ്പം എന്താ വെച്ചാല്, അവരുടെ ശരിക്കും പറഞ്ഞാല് നമ്മള് ശരിക്കും ഈ പറയുന്നത് അനാലിസിസിൽ ഇപ്പൊ കൗൺസിലിങ്ങിലൊക്കെ ചെയ്യുന്ന ആൾക്കറിയാം, ഈ മങ്കി തിങ്കിങ് പറയും, ഈ ചാട്ടി നടക്കുന്ന സംഭവമുണ്ട്. ഇതാണ് പ്രശ്നം. നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, മൈ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ITC ക്രിയേറ്റ് ചെയ്യാൻ ടീം നമ്മളാണ്. മൈ ലൈഫിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരു ജാഗുവർ മേടിച്ചത് ലീഡർ എന്ന് പറഞ്ഞാല് സക്സസ്ഫുള്ളി ഗ്ലോബൽ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, അതൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ക്രോസ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് നമുക്ക് അതിന്റെ പുറകെ പോകാൻ പറയും, അല്ലാതെ വെറുതെ നോക്കിയിട്ട് കാര്യമുണ്ട്. Then great success only happen emotionally. ഇത് ബുർജ് ഖലീഫയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബുർജ് ഖലീഫ. ഇതിന് മോളിൽ കയറാൻ നല്ല രസമാണ്. ഞാനൊരു 3 പ്രാവശ്യം അത് കയറിയിട്ടുണ്ട്. 3 പ്രാവശ്യം വിസിറ്റ് ചെയ്തു. കാരണം ഹൈറ്റ്സിൽ കയറി താഴോട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൂ ബിൽഡ് ദിസ്? ഇതാരാ ഉണ്ടാക്കിയത്? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതെ, ബുർജ് ഖലീഫ ലോകത്തിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇത് ആരാ ഉണ്ടാക്കിയത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ആരാ ഉണ്ടാക്കിയത്? ഡെഫിനറ്റ് ആയിട്ടും ഇത് ഉണ്ടാക്കിയത് എഞ്ചിനീയേഴ്സ് അല്ലെ. ആക്ച്വലി ഇത് എഞ്ചിനീയേഴ്സ് ആണ് ഉണ്ടാക്കിയത്. ഇത് എഞ്ചിനീയേഴ്സ് ക്രിയേറ്റീവ് അല്ലേ ചെയ്തത്, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇതിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യല്ലേ ചെയ്തത്. ആക്ച്വലി ഇത് ക്രിയേറ്റ് ചെയ്ത് എവിടെയാണ്? ക്രിയേറ്റഡ് ബൈ വിഷണറീസ്. ദിസ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ വിഷണറീസ് ആൻഡ് ബിൽറ്റ് ബൈ എഞ്ചിനീയേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടെങ്കിൽ അത് പണിയാൻ ആളെ കിട്ടും. നിങ്ങൾക്ക് പണി അറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യണമെന്നില്ല. എത്രയോ പണി അറിയാവുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. they don't have vision. നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ ഇങ്ങനെ ഒരു പരിതാപകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഇത് ചെയ്യാനാ, എനിക്ക് ആളെ കിട്ടുന്നില്ല, അത് ചെയ്യാൻ നടന്നാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സാധനം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട വിഷണറി ആണ്. ഏതോ ഖലീഫയുടെ മനസ്സില്, ഏതോ ഒരു സുൽത്താന്റെ മനസ്സിൽ തോന്നി ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആളുടെ സംഭവം UAE വരണം. കാശൊക്കെ രണ്ടാമത്തെ കഥയാണ് അല്ലെ. അവർ ആലോചിച്ചത് എങ്ങനെ 1 കിലോമീറ്ററിന് മുകളിലോട്ട് ഹൈറ്റ്, 1.8 കിലോമീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട് ഈ സാധനം. ഇതിങ്ങനെ മുകളിലോട്ട് പോയാൽ ഇതെങ്ങനെ നിലനിൽക്കും? അതൊന്നും അവർ ആലോചിച്ചില്ല. അതൊക്കെ നോക്കാൻ ആളുണ്ടല്ലോ. നമ്മുടെ പ്രശ്നം പ്ലാൻ കാണിക്കാൻ ആളില്ല, നമ്മുടെ പ്രശ്നം ഫോളോ അപ്പ് ചെയ്യാൻ എനിക്കറിയില്ല, നമുക്ക് എഴുതാൻ സംസാരിക്കാൻ അറിയില്ല. അതൊക്കെ സെക്കൻഡറി. എനിക്ക് വിജയിക്കണം എന്ന് വെച്ചാൽ എഴുത്തും വായന അറിയാത്ത എത്രയോ ആൾക്കാർ ഈ ബിസിനസ് വിജയിച്ചു. അതൊക്കെ അതിനെ വെച്ച് ആൾക്കാർ വരുമെന്നേ.
നമുക്ക് വേണ്ടത് ഒരു വിഷൻ അല്ലേ? വിഷൻ ജീവിതത്തിൽ മൊത്തം ഈ ബിസിനസ് മാത്രമല്ല. വിഷണറീസ് വിൽ ക്രിയേറ്റ് എ സക്സസ്, എഞ്ചിനീയേഴ്സ് വിൽ ബിൽഡ് ഇറ്റ്. ക്രിയേറ്റ് ചെയ്യുന്ന ബിൽഡ് ചെയ്യുന്ന രണ്ടാണ്. സോ ഇമോഷണലി വിഷ്വലൈസ്ഡ് ബൈ വിഷണറീസ്, ഇമോഷണലി ഈ സാധനം വിഷ്വലൈസ് ചെയ്ത വിഷണറീസ് ആണ്. ലോജിക്കലി ക്രിയേറ്റഡ് ബൈ എഞ്ചിനീയേഴ്സ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. യു ക്യാൻ ഇമോഷണലി ബിൽഡ് എ ഡ്രീം ആൻഡ് ലോജിക്കലി പീപ്പിൾ വിൽ കം ആൻഡ് ക്രിയേറ്റ് വിത്ത് യു. നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ഇപ്പോഴതിന്റെ ഓണർ ആരാ? ഇത് ബിൽഡ് ചെയ്ത സമയത്ത് എഞ്ചിനീയേഴ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇപ്പൊ ഇതിന്റെ ഓണർ ആരാണ്? എഞ്ചിനീയറിന് സാലറി കിട്ടി അവന്റെ പണി നിർത്തിപ്പോയി. ചിലപ്പോൾ താമ്രപത്രവും ചിലപ്പോൾ സാധാരണ 10 ലക്ഷം കിട്ടുന്നത് 50 ലക്ഷം കൊടുത്തവനെ പറഞ്ഞു വിട്ടു. പക്ഷെ ഇന്ന് അതിന്റെ ഓണർ ആരാ? വിഷണറി. വിഷണറി ഹാസ് ദ അസെറ്റ്. നമ്മുടെ ബിസിനസിനകത്ത് കുറെ ആൾക്കാർ വന്ന് നിർത്തിപ്പോയിട്ടുണ്ട്. അവര് നമ്മളെ ജാഗുവാർ മേടിക്കാൻ സഹായിച്ചിട്ടുണ്ട്, വീടുകൾ വെക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് നന്ദി പറയുന്നു. കാരണം വെച്ചാല് അവർക്ക് പണിയെടുക്കാൻ വന്നവരാണ്, അവർ വിഷൻ കൂടെ വന്നവരല്ല. ഇന്ന് ജാഗുവാർ ഇരിക്കുന്ന എന്റെയിലും അവർക്ക് ഇപ്പൊ അവര് വേറെ ജോലി തപ്പിപ്പോയി. ഇത് തന്നെയാണ് എല്ലായിടത്തും പ്രശ്നം. ഇഫ് യു ആർ നോട്ട് എ വിഷണറി, യു വിൽ ഗെറ്റ് പെയ്ഡ് ഫോർ വാട്ട് എവർ വർക്ക് യു ഡൺ. നിങ്ങളൊരു വിഷണറി അല്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കുന്നതിന് വരുമാനം കിട്ടും. പക്ഷെ ഒരു വിഷണറി ഒരിക്കലും പണിയെടുക്കുന്നതിന് വരുമാനം നോക്കിയിട്ടല്ല ചെയ്യുന്നത്, അവൻ അസറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഈ ബിസിനസ്സിലുള്ള പല ആൾക്കാർ ഇപ്പോഴും മനസ്സിലാകാതെ നിർത്തിപ്പോയ എല്ലാ മഹാന്മാരോടും അവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ സാറേ 16 മാസവും 18 ദിവസവും 30 മണിക്കൂർ 26 മണിക്കൂർ പണിതു, പക്ഷെ എന്നിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഇത്ര രൂപ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ ജീവിച്ചതും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നിട്ട് എന്താ ഉണ്ടാകാൻ? ഒന്നുമില്ല. പിന്നെ പോയി പണിയെടുക്കുക. അതേ സമയത്ത് ഒരു മിഷണറി ഒരിക്കലും ചെയ്യില്ല. ഞാനത് ക്രിയേറ്റ് ചെയ്യും, ഞാൻ ചെയ്യും. പക്ഷെ അതിനധികം സമയം വെയിറ്റ് ചെയ്യണം. അങ്ങ് പോയി ചെയ്യുക. ബി എ പാഷനേറ്റ് മിഷണറി ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ വളരെ പാഷനേറ്റ് ആണ്. ഭ്രാന്തായ ആൾക്കാർ അതല്ല നല്ലത്. നമുക്ക് ഇച്ചിരി ഭ്രാന്തുണ്ടെന്ന് അയൽക്കാർക്ക് തോന്നൽ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. പിന്നെ നമ്മുടെ അടുത്തേക്ക് അത് വരുകയില്ല. നമുക്ക് ഇഷ്ടമുള്ള ചെയ്യുകയും ചെയ്യാം, നമുക്ക് നല്ല സക്സസ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഉണ്ടാകും നമ്മൾ ബുദ്ധിമാനാണെന്ന് എല്ലാ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോകും. ഇതിപ്പോ നമ്മളെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് അത് റീച്ച് ചെയ്യാൻ പറ്റാതെ. അപ്പൊ വാട്ട് ഈസ് യുവർ പാഷൻ? ഇത് കണ്ടുപിടിക്കും. അല്ലാതെ ജീവിതത്തിൽ ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, ആരെ പ്ലാൻ കാണിക്കും, ലിസ്റ്റ് കിട്ടുമോ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഒരു പാഷൻ വേണം, അത് നിങ്ങൾ മുന്നോട്ട് നയിക്കണം. സോ ബി പാഷനേറ്റ് അബൌട്ട് യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ച് ചെയ്യണം. നിങ്ങൾ ഓഗസ്റ്റ് 15-ാം തീയതി ഒരു ത്രിവർണ്ണ പതാക നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുമായിരിക്കും, ചിലപ്പോൾ വീട്ടിലും കുത്തി വെക്കുമായിരിക്കും, ചിലപ്പോൾ സെല്യൂട്ട് ചെയ്യുമായിരിക്കും. അതൊക്കെ നടന്നോട്ടെ. അപ്പോഴും ചിന്തിക്കേണ്ട മൈ ഫിനാൻഷ്യലി ഫ്രീ. ഞാൻ ഫിനാൻഷ്യലി ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ആളാണോ? ഇനിട്ടോ ടൈം, മണി ആൻഡ് ഹെൽത്ത്, ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ SPG. ഈ ഒരു സക്സസ് പറയും ഗ്ലോബലിൽ കൂടെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓൾറെഡി ആൾക്കാർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാം. SPG ഈസ് യുവർ ഗോൾഡൻ വിങ്സ് ടു ഫ്ലൈ. നിങ്ങൾക്ക് പറക്കാനുള്ള സ്വർണ്ണ ചിറകുകളാണ്. സ്വർണ്ണ ചിറകുകളുള്ള പിഴഞ്ഞു നടക്കരുത്. ആകാശത്തൂടെ മഴവില്ലിന്റെ മുകളിൽ കൂടെ പറക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലെവലില് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സക്സസ് ബറി ഗ്ലോബലിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ ഈ ഒരു തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഈ വേർഡ്സ് ആണ് നിങ്ങൾ എപ്പോഴും പറയേണ്ടത്. ഐ ആം ദി ബെസ്റ്റ്, I earn 1 lakh a month, I am a successful SPG leader, I am ignited, today is my best day. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ എന്താ പറയുന്നത്, ബോഡി അതനുസരിച്ച് റിയാക്ട് ചെയ്യും. നിങ്ങളുടെ വാക്കുകൾ കുറച്ചുകൂടി ശക്തമായിട്ട് പുറത്തു വരും. നിങ്ങളുടെ പ്രവൃത്തികൾ മാറും, നിങ്ങളുടെ ഹാബിറ്റ് മാറും, നിങ്ങളുടെ വിധി മാറും ഉറപ്പായിട്ടും. സോ ക്രിയേറ്റ് എ വെരി പ്രൊഡക്റ്റീവ് ഡേ ടുഡേ. ഇന്ന് മുതൽ ടുഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ദിവസം തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ല സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാവും. ഹാവ് എ ഗ്രേറ്റ് ടൈം, ഹാവ് എ ഗ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആൻഡ് ഹാവ് എ വിഷ് യു വെരി വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇൻ അഡ്വാൻസ് ആൻഡ് enjoy and work for your financial freedom. Independence should be happening in all senses. Politically മാത്രമല്ല, financially independent ആണ്. അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. See you tomorrow morning with another leader, same time. Bye bye. Take care. Bye bye.